അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലൈറ്റ് കത്തുന്നതിന് ബഹുമാനപ്പെട്ട ഇമാം വൻശരീശി അൽ മിഅയാറുൽ മുഅറബ് എന്ന വൻശരീശിയുടെ ഗ്രന്ഥം അതിൻ്റെ 11-ാം വാല്യം 287 കാണാം. റബീഉൽ അവ്വലിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്, അന്നഹു ഈദുൻ മിൻ അയ്യാദിൽ മുസ്ലിമീൻ, അത് മുസ്ലിങ്ങളുടെ ഒരു ആഘോഷ ദിവസമാണ്. വ മൗസിമുൻ മിൻ മവാസിമിഹിം വ കുല്ലു മാ യഖ്തളിഹിൽ ഫറഹു വസ്റൂറു ബിദാലിക്കൽ മൗലിദിൽ മുബാറക്കി. സന്തോഷത്തിന് കാരണമാകുന്നതെല്ലാം. എന്നിട്ട് എന്തൊക്കെയാണത് പറയുന്നത്? മിനീക്കാദി ശംഇ, മെഴുകു കത്തിക്കുക. അന്ന് മെഴുകു എന്നുണ്ടായിരുന്നത്, അവിടെ മെഴുകു കത്തിക്കുക എന്ന് പറഞ്ഞു. വ ഇംതാഇൽ ബസർ, കാഴ്ചക്ക് നല്ല ആനന്ദം ഉണ്ടാകുന്ന കാര്യങ്ങൾ. വ തദയ്യുനു ബിമാ ഹസന മിന സിയാബി, നല്ല വസ്ത്രം ധരിക്കുക, കണ്ണിന് നല്ല ആനന്ദം ഉണ്ടാക്കുക, ലൈറ്റ് കത്തിക്കുക. ഇതൊക്കെയും അതുമായി ബന്ധപ്പെട്ട്, റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ് എന്ന് വൻശരീശിയുടെ അൽ മിഅയാറുൽ മുഅറബ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. അതുപോലെ അബൂ അബ്ദുല്ല അർ-റസാഅ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന ഗ്രന്ഥം, അബ്ദുല്ലാഹി റസാഅ് ഹിജ്റ 894 വഫാത്തായ ആളാണ് അബ്ദുല്ലാഹി റസാഅ്. ഈ അബ്ദുല്ലാഹി റസാഅ് റളിയല്ലാഹു അൻഹു പറയാണ്, وينبغي لك أن تزين الأولاد في ذلك اليوم بأحسن زينة وتدخل السرور بما أمكن على معلمهم وتزين المكاتب بما تجوز به زينة الشرع. അതായത് ആ ദിവസം നാളെ മക്കൾക്കൊക്കെ നല്ല വസ്ത്രം ധരിപ്പിക്കുക, സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക, സാധ്യമായത്ര അവർ സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ, വിദ്യാലയങ്ങളൊക്കെ അത് അലങ്കരിക്കുക, മതപരമായി അലങ്കരിക്കാൻ പറ്റിയ രൂപത്തിൽ അത് അലങ്കരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് എവിടെ ഉണ്ട്? അബ്ദുല്ലാഹി റസാഅ് തങ്ങളുടെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ 153-54 പേജുകളിലും ഉണ്ട്.